ഹലോ ഗായ്സ്, ഞാനാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിലാണ്. ഞാനിപ്പോൾ ലണ്ടനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. എന്നിട്ട് നാളെ തിരിച്ച് വീണ്ടും ലണ്ടനിലേക്ക് പോകണം. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. Yeah, I could have stayed there, but it's quite expensive to stay there tonight. So I have to come back home and then go back again to London. ഇപ്പം എന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ടയേർഡാണ്. ഇപ്പോൾ ട്രെയിനിലാണ്. So tiring. And someday, hope I'll be able to change this all and have a good life. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണിയിടുക, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാനിപ്പോൾ ഒരു 21 ഇയർ ഓൾഡാണ്. ഇപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ യു മാർക്ക് തിങ്ക് എന്തിനാ യു ഷുഡ് ഹാവ് ഓൾ ദ ഫൺ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ക്യാഷ് വേണ്ടടുത്ത് ക്യാഷ് തന്നെ വേണം. നിങ്ങൾ എത്ര പേര് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയും, പക്ഷേ നമുക്ക് ഒന്നുമില്ലാത്ത ടൈമിൽ എത്ര പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അതാണ് ക്വസ്റ്റ്യൻ. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി വർക്ക് അതിൽ ചെയ്യാനുണ്ട്. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ക്ലയൻസിനെ ഔട്ട്റീച്ച് ചെയ്യണം. ക്ലയൻസ് അല്ല, നമുക്ക് ക്ലയൻസിനെ കിട്ടണമല്ലോ, അപ്പോൾ ഔട്ട്റീച്ച് ചെയ്യണം. അപ്പോൾ ഔട്ട്റീച്ച് ചെയ്യാൻ ഒന്നെങ്കിൽ മെസ്സേജസ് അയക്കുക, അല്ലെങ്കിൽ ഈവൻസിൽ പോവുക, ആൾക്കാരെ കാണുക, നിങ്ങൾ വേർഡ് ഓഫ് മൗത്ത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുക. സോ അങ്ങനെ വേറെ വരികയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻ്റെ ഹെൽത്ത് കുറച്ച് ഹെൽത്തല്ല, എൻ്റെ ഹെൽത്തും എൻ്റെ ഫിസിക്കും കുറച്ച് കുറച്ച് പോയിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും കൂടി ഫോക്കസ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. പ്ലസ് മീൽ പ്രപ്പും ജിമ്മും എല്ലാം കൂടി ഭയങ്കര എക്സ്പെൻസീവാണ്. സോ അത് സോർട്ട് ചെയ്യാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ട് ബിഫോർ 2024 ഹെൻസ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസാണ് പ്രയോറിറ്റി, പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റിലൊരു കോട്ടുണ്ട്, the magic you're looking for is in the work you are avoiding. So അതുപോലെ work really hard, make sure you get your goals. Hi guys, good morning. So നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനാണെങ്കിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സോ ദിസ് ഇസ് ആക്ച്വലി ദ നെക്സ്റ്റ് ടൈം മോർണിംഗ്, 4:30 in the morning. സോ ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ അറൗണ്ട് 7:30, 8-ish ആയി. ആൻഡ് ദെൻ ഞാൻ പോകുന്ന വഴി കുറച്ച് ഫുഡ് മേടിച്ചിട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറച്ച് വർക്ക്സ് അല്ലെങ്കിൽ കുറച്ച് റിസർച്ച് ഇരുന്ന് ചെയ്യാനുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് I couldn't get enough time to sleep. ഞാൻ മോർണിംഗ് 3:30 വരെ ഇരുന്ന് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസി ഒരു എന്താ പറയുന്നത്, ഭയങ്കര എഫേർട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ എന്താ പറയുന്നത്, നവേൽ രവികാന്ത് പറഞ്ഞ പോലെ you have to live your life like a lion. Most of the time you can spend your time resting, but once you find your goal or once you find your target, chase it until you get it. സോ അതുകൊണ്ട് ആ ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് എന്താ പറയുന്നത്, എനിക്ക് ഉറങ്ങാൻ ടൈം കിട്ടിയില്ല. സോ ഒരു 3:30 ആയപ്പോൾ ഞാൻ പോയി കുളിച്ചു, റെഡിയായി, ആൻഡ് ബാക്ക് ടു ലണ്ടൻ ഫോർ ആൻ ഇവൻറ്റ്. സോ അറിയില്ല, കംപ്ലീറ്റ്ലി ടയേർഡ്. നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യണം. അതിൻ്റെ ഒരു ഡോപ്പമിൻ ഹിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. Hey guys, so good afternoon. ഞാനാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് എണീറ്റതേ ഉള്ളൂ. ഇതിപ്പോൾ afternoon 1 o'clock ആയി. So കാരണം I haven't slept for 24 hours, so it's really hard. It was really hard to kind of wake up. So അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. I feel so tired, but at the other end I feel a bit energetic as well, so I'll take that. So ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ I have to research more into my marketing side of things and to understand about the leads and things like that. കാരണം when you're kind of starting as a new business model or new agency model,
എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ മാർക്കറ്റ് ശരിക്കും സ്റ്റഡി ചെയ്യണം. ബിക്കോസ് ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്താലേ നമുക്ക് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലയൻസിനെ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ക്ലയൻസിൻ്റെ പ്ലസ് പോയിൻറ്റ്സും നെഗറ്റീവ് പോയിൻറ്റ്സും ലൈക്ക് നമുക്ക് മനസ്സിലാവണം. വി ഹാവ് ടു ബി ലൈക്ക് പേപ്പർ, ലൈക്ക് അത്ര ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ലൈക്ക് അത്ര മനസ്സിലാക്കണം. ലൈക്ക് എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുന്നത് പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പാക്കേജസ് പ്രോപ്പറായിട്ട് പ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൈസിങ് ദ പാക്കേജസ് ആൻഡ് മേക്കിംഗ് മണി. It's all about how you can get them results at the same time you make money as well. So, you have to be like, I'm not saying you have to be like very intelligent, പക്ഷേ ഇതിൻ്റെ അത് കുറച്ച് നമ്മൾ കുറച്ചത് വർക്കൗട്ട് ചെയ്യണം. So, yeah.